ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ ഭക്ഷ്യ സംരംഭകരും പ്രകൃതി ആയുർവേദ ഔഷധ സംരംഭകരും മുരിങ്ങയിലയെ ഇങ്ങനെ തഴയുന്നത്, അല്ലെങ്കിൽ മുരിങ്ങയിലേക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാത്തത്. മുരിങ്ങയിലയുടെ വിപണി സാധ്യതകൾ പലപ്പോഴും നമ്മുടെ സംരംഭകർ മനസ്സിലാക്കുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം മുരിങ്ങയില എന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഒരു വലിയ കലവറയാണ്. മറ്റു പല സസ്യങ്ങളിലും അല്ലെങ്കിൽ പച്ചക്കറികളിലും ഇല്ലാത്ത ഒരുപാട് വൈറ്റമിൻസ് ഈ മുരിങ്ങയിലയിൽ സമൃദ്ധമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മുരിങ്ങയില ഒരു നല്ല ഭക്ഷ്യ വിഭവവും ആണ്. മുരിങ്ങയില നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്വദേശത്ത് മാത്രമല്ല വിദേശത്തും ഒരു വലിയ വിപണി പിടിച്ചെടുക്കാൻ കഴിയും. മുരിങ്ങയിലയുടെ ഒരു പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, അത് ചെടിയിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുരിങ്ങ മരത്തിൽ നിൽക്കുന്ന സമയത്ത് അത് ഫ്രഷ് ആയിരിക്കും. പക്ഷെ പിന്നീട് അത് പറിച്ചു വെച്ചാൽ അത് ചീത്തയാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച് അത് പൗഡർ രൂപത്തിലാക്കിയിട്ട് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ഈ മുരിങ്ങയില പൗഡറിന് ഒരുപാട് ഔഷധ സാധ്യതകളുണ്ട്, ഭക്ഷ്യ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വിദേശത്തേക്ക് കയറ്റുമതി അയക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് മുരിങ്ങയിലയെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ സംരംഭകർക്ക് ഒരു വളരെ എളുപ്പമുള്ള ഒരു ഉൽപ്പന്നം അവരുടെ സംരംഭത്തിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.